നേരം വെളുത്തിട്ടില്ല, വെളിച്ചം വീണിട്ടില്ല. അപ്പോൾ പല നഗരങ്ങളിലും മുൻപില്ലാതിരുന്ന പല നഗരങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ജമ്മുവിലടക്കം അമൃത്സറിലടക്കം അപായ സൈറണുകൾ കൊടുക്കുന്നു. അതിനുശേഷമാണ് പലയിടങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടു എന്ന വാർത്ത വരുന്നത്. ജമ്മു, അഖ്നൂർ, രജൌരി മേഖലകളിലൊക്കെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളും ആ തകർച്ചയുടെ ജനവാസ മേഖലയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ജനവാസ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ വീടിനും അവരുടെ മറ്റു വസ്തുവകകൾക്കുമൊക്കെ സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളാണ്. ആദ്യമേ മിലിറ്ററി ബേസുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു. അതിനുശേഷം അത് ജനവാസ മേഖലകളെ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾക്കടുത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നു. ജമ്മു വിമാനത്താവളത്തിനടുത്ത് സ്ഫോടന ശബ്ദം കേട്ടതായിട്ടറിയാം. ജലന്ധറിൽ പല ഇടങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറയുന്നു. ബൽറാം, ഇന്ന് രാവിലെ നമ്മൾ കേട്ട വാർത്തകൾ ഇതൊക്കെയാണ്. കൂടുതൽ ഇടങ്ങളിൽ ബ്ലാക്ക് ഔട്ട്. ഇപ്പോൾ എന്തായാലും വെളിച്ചം വീണു. ഇനിയിപ്പോൾ ബ്ലാക്ക് ഔട്ടുമായ കാര്യങ്ങൾ പ്രസക്തമല്ല. പക്ഷേ പലയിടങ്ങളിലും അപായ സൈറണുകൾ കൊടുക്കുന്നു. ചിലയിടങ്ങളിൽ വീടുകൾക്ക് മുന്നിൽ ആയുധങ്ങളുടെ അല്ലെങ്കിൽ ഷെല്ലുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. ജനങ്ങളുടെ ജീവിതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു പ്രകോപനവും ലക്ഷ്യമിടുന്നത് അത് തന്നെയല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, പാകിസ്ഥാൻ ഇതിൽ ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെയാണ്. ഇവിടെ സാധാരണ ജനങ്ങൾ, നിരായുധരായ ജനങ്ങളെ ആക്രമിക്കുക, അവരുടെ ജീവൻ കവരുക, ആൾനാശം പെരുപ്പിച്ചു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ രാത്രികളിൽ തുടർച്ചയായുള്ള 4 രാത്രികളിലും കണ്ടത്. അവർ ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കുക, ഇന്ത്യയിലെ ജനങ്ങളുടെ ചോരയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നത്. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സംവിധാനങ്ങൾക്ക് S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്രിസ്റ്റീന, ജമ്മുവിലേക്ക് പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ജമ്മുവിലെ പ്രശസ്തമായ ആബ് ശംഭു ക്ഷേത്രത്തിന് സമീപം, ഗേറ്റിന് സമീപമാണ് ഒരു മിസൈൽ തകർന്ന് വീണത്. ഇത് പ്രതിരോധിക്കാൻ ഇന്ത്യൻ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ 100 കണക്കിന് ആകാശമാർഗമുള്ള ആക്രമണ ശ്രമങ്ങളാണ് കഴിഞ്ഞ ഒറ്റ രാത്രിയിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് തകർക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും പാകിസ്ഥാൻ തുടർച്ചയായി വീണ്ടും അത് അയച്ചുകൊണ്ടിരിക്കുന്നു. അത് അയച്ച ഇടങ്ങളെ പോലും ഇന്ത്യയുടെ പ്രതിരോധ സേന തകർത്തു എങ്കിൽ പോലും വീണ്ടും അത് ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ എന്ന നീചരാഷ്ട്രം. അവർ തുടർച്ചയായി ഇന്ത്യയിലെ ജനങ്ങളെയാണ് ആക്രമിക്കാൻ ലക്ഷ്യം വെക്കുന്നത്. സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ അവർക്ക് ഭയമുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളിൽ അവർക്കും വിശ്വാസമുണ്ട്. അത് ലക്ഷ്യം കാണില്ല എന്ന ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളാണ്. അതവർ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിർത്തി മേഖലയിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ അതിർത്തി മേഖലയിലെ പാക് ഷെല്ലുകളുടെ പരിധിയിൽ വരുന്ന വീടുകളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും ഏറെ അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ അത് വേഗത്തിലാക്കാൻ കഴിയുന്നു. പാകിസ്ഥാൻ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് നമ്മുടെ ജനങ്ങളെ മറ്റ് ഇടങ്ങളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്